ഹലോ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഞങ്ങൾ പറശ്ശിനിക്കടവിൽ നിന്ന് നേരെ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത്. ഏകദേശം വൈകിട്ട് ഒരു 7 മണിയോടുകൂടി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വാഹനം പാർക്ക് ചെയ്ത ശേഷം നമ്മൾ മുൻപോട്ട് വരുമ്പോഴേക്കും എങ്ങനെയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗീതാ മന്ദിറാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം. വിഗ്രഹം നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. നവഗ്രഹ കിറ്റിക എന്ന 9 ദ്വാരങ്ങളുള്ള ജാലകത്തിലൂടെയാണ് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ മനോഹരമായിട്ടുള്ള ഗോശാലയും നമുക്ക് കാണാൻ പറ്റും. ഈ വഴിയിലൂടെയാണ് നമ്മൾ ദർശനത്തിനും അതുപോലെ അന്നദാന മണ്ഡപത്തിലേക്കും പ്രവേശിക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ദർശനത്തിന് ഭയങ്കര തിരക്കായിരുന്നു. കാരണം ക്യൂവിൽ ഒരുപാട് ആളുകൾ, നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ക്യൂ ആയിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 രൂപയുടെ ഒരു പാസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഉള്ളിൽ പ്രവേശിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ദർശനം നടത്താൻ പറ്റി. കുട്ടികൾക്ക് പക്ഷേ പാസ് എടുക്കേണ്ട വന്നില്ല. നമുക്കിവിടെ കനകന കിണ്ടി എന്ന് പറയുന്ന ബോർഡ് കാണാൻ പറ്റും. ശ്രീകൃഷ്ണൻ തൻ്റെ തീവ്രഭക്തനായ സന്യാസി കനകദാസന് ദർശനം നൽകിയതായിട്ട് വിശ്വസിക്കപ്പെടുന്ന ഒരു ചെറിയ ജാലകമാണ്. അപ്പോൾ ഐതിഹ്യം അനുസരിച്ച് ഈ കനകദാസൻ എന്ന് പറയുന്ന ആൾ വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് പ്രവേശനമൊന്നും അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം വലിയൊരു ഭക്തനുമായിരുന്നു. അപ്പം ക്ഷേത്രത്തിന് പിന്നിൽ ചെന്ന് ഭിത്തിയിലെ ചെറിയ വിള്ളലിലൂടെ അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ചു. അപ്പോൾ സന്തുഷ്ടനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രതിമ തിരിഞ്ഞ് അദ്ദേഹത്തിന് ദർശനം നടത്തിയിട്ടുള്ളതായിട്ടാണ് ഐതിഹ്യം. 2 വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന ഒരു പ്രശസ്തമായ ഉത്സവമാണ് ഉടുപ്പി പരിയ ഉത്സവം. ഇവിടുത്തെ അന്നദാന മണ്ഡപത്തിലെ എല്ലാ ഭക്തർക്കും സൗജന്യ ഭക്ഷണം നൽകുന്നുണ്ട്. ഈ ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ രാത്രി 9:30 വരെ തുറന്നിരിക്കും. അതുപോലെ അന്നദാനത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 തൊട്ട് 2:30 വരെയും അതുപോലെ വൈകിട്ട് 8 തൊട്ട് 9:30 വരെയുമാണ്. ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം അന്നദാനമൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതികൾ കൂടുതലും കരിങ്കല്ലിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. തന്നെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രക്കുളം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് നിർമ്മിതികൾ എന്ന് പറയുന്നത് ഈ ക്ഷേത്രക്കുളത്തിനകത്ത് തന്നെ വളരെ മനോഹരമായിട്ടുള്ള നിർമ്മിതിയും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ കുളം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഒരുപാട് വലിയ ക്ഷേത്രക്കുളമാണ്. അപ്പോൾ നമ്മൾ പാസ് എടുക്കാതെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കുളത്തിന് ചുറ്റും നടപ്പാത പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ മൊത്തം പാസ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അകത്ത് കയറാനായിട്ട് പറ്റുള്ളൂ. ക്ഷേത്രത്തിലെ രഥമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രവും മഠവും 13-ാം നൂറ്റാണ്ടിൽ ശ്രീ മധ്വാചാര്യ എന്ന പ്രശസ്തനായ വൈഷ്ണവ സന്യാസിയാണ് സ്ഥാപിച്ചത്. അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരുപാട് കൊച്ചു കൊച്ചു കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അത് ഈ പൂജാ സാമഗ്രികൾ, അതുപോലെ പല രൂപത്തിലുള്ള കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന ഒത്തിരി കടകൾ നമുക്കിവിടെ കാണാൻ പറ്റും. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മളിവിടെ ഒരുപാട് സമയം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ചിലവഴിച്ച ശേഷമാണ് നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്നത്. അതുപോലെ ക്ഷേത്രത്തിന് സമീപം വലിയൊരു മണ്ഡപമുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ മണ്ഡപത്തിൽ ഒരുപാട് കലാപരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ നമുക്കത് ക്ഷേത്രത്തിൽ കയറി തിരിച്ച് വന്നതിന് ശേഷം കാണാമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ അകത്ത് കയറിയത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ താമസിച്ചുകൊണ്ട് അപ്പോഴേക്കും സ്റ്റേജിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്ഷേത്രത്തിനടുത്ത് കാർ പാർക്കിംഗ് സൗകര്യം വളരെ വിശാലമായിട്ടുള്ള സൗകര്യമാണ്. അതിനോട് ചേർന്ന് തന്നെ വലിയൊരു ബിൽഡിംഗ് ആണ് ടോയ്ലറ്റിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റൂം എടുക്കാതെ തന്നെ ഫ്രഷ് ആകാനുള്ള എല്ലാവിധ സൗകര്യവും ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ ഉണ്ട്. ഞങ്ങളിവിടെ റൂമൊന്നും എടുത്തില്ല. ഞങ്ങൾ നേരെ മൂകാംബികയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് കൊല്ലൂർ മൂകാംബികയിലേക്ക്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മുകളിലുണ്ട് മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മൂകാംബികയിലെ വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.